ഹലോ, നമുക്ക് BEGC 111 വുമൺസ് റൈറ്റിങ്ങിലെ 4th ബ്ലോക്ക് കംപ്ലീറ്റ് ഒരു നോവലാണ്. ഈ ഒരു ബുക്കിൽ ആകെ ഒറ്റ നോവലാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് ആട്ടിയ ഹുസൈൻ്റെ സൺലൈറ്റ് ഓൺ എ ബ്രോക്കൺ കോളമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1961 ഇത് പബ്ലിഷ് ചെയ്യുന്നത്. ആട്ടിയ ഹുസൈൻ ജനിച്ചത് 1913 മുതൽ 1998 വരെ, അതാണ് ലൈഫ് സ്പാൻ വരുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഈ 1913 മുതൽ 1998 വരെ ജീവിച്ചൊരു വ്യക്തിക്ക് അവർ ഒരുപാട് ഇന്ത്യയുടെ മാറ്റങ്ങൾ എത്രമാത്രം, ഇപ്പോൾ 98 എന്നൊക്കെ പറയുന്നത് നമ്മളൊക്കെ ജീവിച്ച കാലഘട്ടമാണ്. അപ്പോൾ എത്രമാത്രം ഇന്ത്യയുടെ ആ മാറ്റങ്ങൾ കാണാൻ പറ്റിയിട്ടുണ്ടാവും നമുക്ക് ആലോചിക്കാൻ പറ്റും. ഇതൊരു സെമി ഓട്ടോബയോഗ്രഫിക്കൽ അക്കൗണ്ടിൽ വരുന്ന നോവലാണ്. അപ്പോൾ ഇതൊരു ഫസ്റ്റ് പേഴ്സൺ നാരേറ്റീവ്. ലൈല എന്ന് പറയുന്ന പ്രൊട്ടോഗണിസ്റ്റ് അവരുടെ കാഴ്ചപ്പാട്, അവരുടെ ലൈഫ് 15 വയസ്സ് തൊട്ടുള്ള 35 വയസ്സ് വരെയുള്ള അവരുടെ 20 വർഷത്തെ ലൈഫ് അവർ നാരേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ഒരു നോവൽ വരുന്നത്. അപ്പോൾ ആട്ടിയ ഹുസൈനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ലക്നൗവിൽ ജീവിച്ച ഒരാളാണ്. പിന്നീട് അവർ ഒരാളെ കല്യാണം കഴിക്കുകയും പിന്നെ ഇന്ത്യ പാക് ഡിവിഷൻ, അന്ന് മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചതുകൊണ്ട് തന്നെ കുറേ പേര് പാകിസ്ഥാനിലേക്ക് പോയി. എസ്പെഷ്യലി ലക്നൗ, ഹൈദരാബാദ്, ഗുജറാത്ത്, പഞ്ചാബ്, അവിടെയുള്ള ഒരുപാട് പേര് അവരുടെ ഫാമിലിയിൽ കുറേ പേര് പാക്കിലേക്ക് പോകേണ്ട ഒരു കാര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫ് തന്നെ അവരുടെ എക്സ്പീരിയൻസസ്, അവരുടെ ലൈഫിൽ അവർക്ക് വന്ന മാറ്റങ്ങളൊക്കെ ഭയങ്കരമാണ്. കാരണം ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് അവർ കംപ്ലീറ്റ്ലി ഷിഫ്റ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസസ്, അപ്പോൾ 15 വയസ്സുള്ള ലൈലയുടെ 35 വയസ്സ്, ആ ഒരു 20 വർഷത്തിൻ്റെ ഉള്ളിൽ അവരുടെ ലൈഫിൽ വന്ന മാറ്റങ്ങൾ, ആ ഒരു മാറ്റം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ മാത്രമായിട്ടല്ല ഇതിൽ കാണുന്നത്. ഇന്ത്യ എന്ന രാജ്യത്തിൽ ഇവിടെ വന്നിട്ടുള്ള മൊത്തത്തിലുള്ള മാറ്റങ്ങളായിട്ടാണ് ഇതിൽ നറേറ്റ് ചെയ്യപ്പെടുന്നത്. അതായത് നമ്മുടെ ഫ്രീഡം സ്ട്രഗിള്, നമ്മൾ എങ്ങനെയാണ് സ്വാതന്ത്ര്യം നേടിയത്, അതേപോലെ ആ കാലഘട്ടത്തിൽ ഫ്യൂഡൽ വ്യവസ്ഥ, സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ പറഞ്ഞ പോലെ 47 തന്നെ ഇന്ത്യ പാക് വിഭജനം ഉണ്ടായി. അതേപോലെ ഫ്യൂഡൽ വ്യവസ്ഥയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു, ജമീന്ദാർ സിസ്റ്റത്തിൽ മാറ്റം വന്നു, അതേപോലെ ഹൈറാർക്കികളിൽ മാറ്റം വന്നു, അങ്ങനെ ഒത്തിരി മാറ്റങ്ങൾ. അതായത് ഇന്ത്യ പിന്നെ ഒരു ഡെമോക്രാറ്റിക് കൺട്രി ലെവലിലേക്ക് മാറി. നമ്മുടെ കൊളോണിയലൈസേഷൻ മാറിക്കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഡെമോക്രാറ്റിക് ലെവലിലേക്ക് മാറുമ്പോൾ ഒരു രാജ്യത്തിൽ വരാൻ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാവും അതെല്ലാം അവരുടെ വർക്കിൽ സോഷ്യോ കൾച്ചറൽ പൊളിറ്റിക്കലായിട്ടുള്ള ടെൻഷൻസ്, ആ ഒരു കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു ഇന്ത്യയുടെ മൊത്തം ഒരു ട്രാൻസിഷനും നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതായിരിക്കണം നമ്മൾ ഈ സ്റ്റോറി, ഇനി ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ മൈൻഡിൽ വേണ്ടത് ഈ കാര്യമാണ്. അല്ലാതെ ഇപ്പോൾ ജസ്റ്റ് ഒരു സ്റ്റോറി അല്ലെങ്കിൽ മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കുറച്ച് ക്യാരക്ടേഴ്സ് ഉള്ള ഒരു സ്റ്റോറി. ഒരു ആഷിയാന എന്ന് പറയുന്ന ഒരു തറവാട്ടിൽ ഒരു മൂത്ത കാരണവരായിട്ട് ബാബാജ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാളുടെ പേരമക്കൾ ഒക്കെ ആയിട്ട് അതിൽ വൺ ഓഫ് ദി പേരമകളാണ് ലൈല. അപ്പോൾ അവരുടെ ഒരു സ്റ്റോറി എന്ന രീതിയിൽ അല്ലാതെ തന്നെ മൊത്തം ആ ഒരു പൊളിറ്റിക്കൽ സിനാരിയോ, ആ ഒരു സോഷ്യലി ഉള്ള ആ ഒരു എസ്പെഷ്യലി മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ജെൻഡർ സ്ട്രഗിൾസ്, അതെല്ലാം ഇതിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ലൈല എന്ന് പറയുന്നത് കുറച്ചും കൂടിയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വുമൺ ആയിട്ടാണ് ഇതിൽ പോർട്രേറ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് അവർ അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ഒരാളായിട്ടാണ് ഇതിൽ കാണുന്നത്. ഈ ആട്ടിയ ഹുസൈനും തന്നെ ലക്നൗ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആദ്യമായിട്ട് ഡിഗ്രി നേടുന്ന ഒരു സ്ത്രീ ആയിട്ടാണ് ഇതിൽ കാണുന്നത്. അവർ വളരെയധികം അവരുടെ ഫാദറൊക്കെ അന്ന് പുറത്തുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ ബിരുദം നേടിയ ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എല്ലാവിധ പോസിറ്റീവും അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യൻ നോവലിസ്റ്റാണ് ആട്ടിയ ഹുസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെമി ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത് ഇവരുടെ ലൈഫിൻ്റെ ഒരു വലിയ ഒരുപാട് കാര്യങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അതേപോലെ ഓതറാണ്, ബ്രോഡ്കാസ്റ്ററാണ്, ജേർണലിസ്റ്റാണ്, അവരുടെ ആക്ടറാണ്. ഇംഗ്ലീഷ് ആൻഡ് ഉറുദു അവർ എഴുതിയിട്ടുണ്ട്. ഉറുദു അവരുടെ മദർ ടങ്കാണ്, ലക്നൗവിൽ ആണല്ലോ. അപ്പോൾ ദിസ് ഈസ് ഹെർ സെമി ഓട്ടോബയോഗ്രഫിക്കൽ വർക്കാണ്. അതേപോലെ അവർ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിന് ഒരുപാട്, അതായത് 98 അവർ മരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആഫ്റ്റർ ഇൻഡിപെൻഡൻ്റ് അവർ ഒരുപാട് കോൺട്രിബ്യൂഷൻ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ നൽകിയിട്ടുണ്ട്. നമുക്കൊരു പേപ്പർ ഉണ്ടല്ലോ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിലെ. ദ വുമൺ ഇൻ മുസ്ലിം കമ്മ്യൂണിറ്റി അനുഭവിക്കുന്ന എന്തൊക്കെ ബാരിയേഴ്സ് അവർ അനുഭവിക്കുന്നുണ്ട്, അവരുടെ എഡ്യൂക്കേഷൻ വൈസിൽ അവർക്ക് എന്തൊക്കെ അനുഭവിക്കുന്നുണ്ട്, അതേപോലെ തന്നെ അവർക്ക് എത്രത്തോളം വോയിസ് ഉണ്ടായിരുന്നു ഒരു ഫാമിലിയിൽ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്.
അപ്പോൾ ഒരു ലൈല എന്ന് പറയുന്ന പിന്നെ ഫീമെയിൽ പ്രൊട്ടോഗണിസ്റ്റാണ് ഇതിൻ്റെ മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത്. നമുക്കറിയാം വുമൺസ് റൈറ്റിംഗ് ആകുമ്പോൾ പിന്നെ സ്ത്രീകൾ തന്നെ ആയിരിക്കും സിംഗിൾ ക്യാരക്ടറായിട്ട് വരുന്നത്. അപ്പോൾ 1961 പബ്ലിഷ് ചെയ്തിരുന്ന ഈ നോവല് ഫസ്റ്റ് പേഴ്സൺ നാരേറ്റീവ്, അതായത് ഈ ലൈലയുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഈ ഒരു സ്റ്റോറി തന്നെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാബാജ എന്ന് പറയുന്ന ഒരു ആള്, അവർ പിന്നെ എന്താണ് ഒരു വീട്ടിലെ വലിയൊരു ഒരു ജോയിൻറ്റ് ഫാമിലിയിലെ മൂത്ത കാരണവരാണ്. അവർ ഒരു മരണക്കിടക്കയിൽ കിടക്കുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവരുടെ മരിച്ചുപോയ പിന്നെ അഹമ്മദ് എന്ന് പറയുന്ന മകൻ്റെ മോളാണ് ലൈല എന്ന് പറയുന്നത്. അപ്പം ലൈല എന്താണ് ഇനി കുറച്ച് കഴിയുമ്പോൾ അവർ വേറെ കല്യാണം കഴിക്കുമല്ലോ. അവർ അമീർ എന്ന് പറയുന്ന പിന്നെ അലിഗഡ് യൂണിവേഴ്സിറ്റി തന്നെയുള്ള ലെക്ചറെ കല്യാണം കഴിക്കുകയും അതിലവർക്ക് ഷഹ്ല എന്ന് പറയുന്ന ഒരു മോൾ ഡൗട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ ക്യാരക്ടർ വൈസിൽ അവർ വരുന്നുണ്ട്. പിന്നെ അതേപോലെ ഞാൻ ക്യാരക്ടേഴ്സ് പറയണേ. അതേപോലെ തന്നെ ഇവർക്ക് 4 മക്കളാണ് ബാബാജകൾ. ഈ മരിച്ചുപോയ അഹമ്മദ് അല്ലാതെ തന്നെ പിന്നെ അവർക്ക് വേറുള്ളൊരു മോനാണ് അങ്കിൾ ഹമീദ് എന്ന് പറയും. അതായത് ലൈലയുടെ അങ്കിളായിട്ടുണ്ട്, ലൈലയുടെ മൂത്താപ്പ ഹമീദിന് 2 മക്കളുണ്ടാവും, സലീം അതേപോലെ കമാൽ എന്ന് പറഞ്ഞ 2 മക്കളുണ്ടാവും. പിന്നെ അവർ 2 പേരും ഇംഗ്ലണ്ടിൽ പോയി എഡ്യൂക്കേഷൻ നേടുന്ന ആൾക്കാരാണ്. അതായത് ഇവർ അത്യാവശ്യം ഒരു പിന്നെ ഹൈ ലെവൽ ഫാമിലി സെറ്റപ്പിലുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ആ വിദ്യാഭ്യാസത്തിന് ശേഷം ഈ കമാൽ എന്ന് പറയുന്ന ആളൊരു പിന്നെ ഒരു ലൈറ്റായിട്ട് റിലീജിയൻ എടുക്കുകയും പിന്നെ ഒരു മിതവാദി ലെവലിലേക്ക് പോവുകയും, എന്നാൽ സലീം എന്ന് പറയുന്ന ആൾ ഒരു കുറച്ച് കൂടുതൽ തീവ്രമായ എക്സ്ട്രീമിസ്റ്റ് ലെവലിലേക്ക് പോവുകയും പിന്നീട് അവർ ഇന്ത്യ പാക് വിഭജനത്തിൽ വരുമ്പോൾ അവർ പാകിസ്ഥാനിലേക്ക് പിന്നെ കുടിയേറുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ മനുഷ്യൻ്റെയും ക്യാരക്ടേഴ്സും അന്ന് എങ്ങനെയൊക്കെയുള്ള ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതും ഒക്കെ ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അതേപോലെ അവർക്ക് ഈ ബാബാജാക്ക് 2 ആൺമക്കളും 2 പെൺമക്കളും ഉള്ളത്. അതിൽ ഒരു ആബിദ എന്ന് പറയുന്ന ഒരു മകളും അതേപോലെ മാജിദ എന്ന് പറയുന്ന വേറൊരു മകളുമാണുള്ളത്. അതിൽ മാജിദയുടെ മകളാണ് സഹ്റ. ഈ സഹ്റയും ലൈലയും പിന്നെ ലൈലയുടെ ആരായിരിക്കും അമ്മായിയുടെ മോളാണ് സഹ്റ. അപ്പോൾ ഇവർ തമ്മിൽ സെയിം ഏജ് ആണ്, പക്ഷെ ഇവർ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസാണ്. സഹ്റ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വളരെ കുറച്ചുകൂടി ഓർത്തഡോക്സ് മൈൻഡ് സെറ്റ് ഉള്ളവളും, എന്നാൽ പിന്നെ അവരുടെ ഡിസ്റ്റൻറ്റ് റിലേറ്റീവ് ആയിട്ടുള്ള ആസാദിനെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രപ്പോസൽ വരുന്ന സമയത്ത് ആസാദും സഹീർ 2 പേരും ഡിസ്റ്റൻറ്റ് റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അവർ 2 പേരും സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ആസാദിന് പിന്നെ ഫിനാൻഷ്യലി റിച്ച് അല്ലാത്തത് കൊണ്ട് സ്വീകരിക്കാതിരിക്കുകയും പിന്നീട് നസീർ എന്ന് പറയുന്ന ആളെ കല്യാണം കഴിക്കുകയും ചെയ്യുന്നു. ആളാണ് സഹ്റ എന്ന് പറയുന്നത്. എന്നാൽ പിന്നെ ലൈല അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആളല്ല. അവൾ അധികം ഓർത്തഡോക്സ് ആയിട്ടുള്ള കൺസർവേറ്റീവ് ആയിട്ടുള്ള ആളെ അല്ല. പക്ഷേ അങ്ങനെ ഒരു വലിയൊരു ഫാമിലിയിൽ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് ഫാദറും മദറും മരിച്ചു പോയതുകൊണ്ട് തന്നെ അവരുടെ എല്ലാം പിന്നെ ഒരു എന്താണ് ഇവരുടെ എല്ലാവരുടെയും ഔദാര്യത്തിൽ ജീവിക്കുന്ന ഒരാളെന്ന് പറയില്ലേ. അപ്പോൾ എല്ലാവരുടെയും ഔദാര്യത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഒരു വോയിസ് കുറവായിരിക്കും. അവർക്ക് എന്തെല്ലാം ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനുള്ള ഒരു ക്യാപ്പബിലിറ്റി അവർക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് ജസ്റ്റ് ജീവിച്ചു പോകുക എന്നല്ലാതെ അവരുടേതായ ഒരു സെൽഫ് എക്സ്പ്രഷന് ഉള്ള ഒരു സ്കോപ്പ് അവർക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാൽ പോലും ആ ഒരു ഫാമിലി ജനിച്ചതുകൊണ്ട് തന്നെ പിന്നെ അവരുടെ ഉപ്പാക്ക് വേറൊരു സഹോദരൻ ഉണ്ടായിരുന്നു, അങ്കിൾ ഹമീദ്. ഞാൻ പറഞ്ഞത് സലീമിൻ്റെയും കമാലിൻ്റെയും ഫാദർ. അവർ അത്യാവശ്യം നല്ല ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മനുഷ്യൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് പഠിക്കാൻ ഇഷ്ടമാണെന്ന് അറിയുകയും അവളെ അലിഗഡിൽ ചേർക്കുകയും അവളെ പഠനം തുടരാൻ അനുവദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് പിന്നീട് പിന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട അവളുടെ റേഞ്ചിൽപ്പെട്ട ഒരു ആളെ അമീറിനെ കണ്ടെത്താൻ കഴിയുകയും അമീറുമായിട്ടുള്ളൊരു വിവാഹത്തിലേക്ക് പോകാൻ കഴിയുകയും ചെയ്യുന്നത്. അതിന് സൊസൈറ്റിക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നില്ല അമീർ എന്നാണ് പറയുന്നത് കേട്ടോ. പോസിറ്റീവായിട്ടുള്ള ഒരു എൻഡിലാണ്, ഒപ്റ്റിമിസ്റ്റിക് എൻഡാണ് ഈ ഒരു സ്റ്റോറിക്കുള്ളത്. പക്ഷേ നമ്മുടെ ഒരു റെക്കോർഡിങ്സ് ആണ്, ഒരു ഹിസ്റ്ററിയാണ്. ഇപ്പം ആൻ ഫ്രാങ്ക് പിന്നെ രണ്ടാം ലോക മഹായുദ്ധത്തെ കാലഘട്ടങ്ങളൊക്കെ ഒരു ഡയറി കുറിപ്പിൽ എഴുതി വെച്ച പോലെ തന്നെ ഇതിലെ സ്റ്റോറികളിലൂടെ നമുക്ക്
ആ കാലഘട്ടത്തിൽ ഇന്ത്യ പാക് വിഭജനവും ആ കാലഘട്ടത്തിൽ മനുഷ്യരുടെയും അതേപോലെ സൊസൈറ്റിക്കൊക്കെ സംഭവിച്ച മാറ്റങ്ങളൊക്കെ ഒരു ഡോക്യുമെൻ്റ് എന്ന രീതിയിൽ, ഒരു ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻ്റ് എന്ന രീതിയിൽ കാണാൻ പറ്റുന്ന ഒരു നോവലാണ് ഈ പറയുന്ന അട്ടിയ ഹുസൈൻ്റെ സൺലൈറ്റ് ഓൺ എ ബ്രോക്കൺ കോളം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാധനം തലയിൽ ആദ്യം വേണം, എന്നിട്ട് പിന്നെ നമുക്ക് ക്യാരക്ടേഴ്സിൻ്റെ ഒരു സ്റ്റോറിയിലോട്ട് ജസ്റ്റ് കടന്നു പോകാം. അത്രയേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ മെയിൻ തീം. അപ്പോൾ നമ്മൾ നേരെ സ്റ്റോറിയിലോട്ട് പോവാണ്. അപ്പോൾ നോവല് 4 സെക്ഷൻസായിട്ട് 4 ചാപ്റ്റേഴ്സായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ പറയുന്നത് ഈ പറഞ്ഞ പോലെ ആഷിയാന എന്ന് പറയുന്ന വലിയ ഒരു തറവാട്ടിൽ ബാബാജ ഇല്ലായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 4 മക്കളുണ്ട്. അതിൽ ഒരു അഹമ്മദ് എന്ന് പറയുന്ന മകൻ മരിച്ചിട്ടുണ്ട്. അഹമ്മദിൻ്റെ വൈഫ് മരിച്ചിട്ടുണ്ട്. അവരുടെ മോളാണ് ലൈല. ലൈലിനെ അവർ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ആബിദ എന്ന് പറയുന്ന മോളുണ്ട്. അവരിപ്പം ബാബാജാക്ക് ഇല്ല ആയതുകൊണ്ട് തന്നെ അവരുടെ ഒരു പിന്നെ വുമൺസ് ക്വാർട്ടേഴ്സിൽ നിന്നൊക്കെ പിന്നെ റിസൈൻ ചെയ്ത് വന്ന് അവരിപ്പോൾ ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ വയ്യാത്തതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു കാണാൻ വേണ്ടി വരില്ല. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ മാജിദ എന്ന് പറയുന്ന മോളുണ്ട്. മാജിദാക്ക് സൈറ എന്ന് പറയുന്ന മറ്റൊരു ലൈലയുടെ പ്രായമുള്ളൊരു മോളുണ്ട്. അപ്പോൾ ഇപ്പം ലൈലക്ക് 15 വയസ്സ് തികയാണ്. അവരുടെ ബർത്ത്ഡേ ആണ്. പക്ഷെ അങ്ങനെ ആഘോഷിക്കണമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് എന്താണ്, സൈറയും ലൈലയും ഒരേ പ്രായക്കാരാണെങ്കിലും അവർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സ് ആണുള്ളത്, ഡിഫറെൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് ആണുള്ളത്. പിന്നെ സൈറ വളരെയധികം ഓർത്തഡോക്സ് ആണ്. അതുകൊണ്ട് തന്നെ അവർ വിവാഹത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഈ ബാബാജാക്ക് മറ്റൊരു മോനുണ്ട്, അതാണ് അങ്കിൾ ഹമീദ്. അവർ സിവിൽ സർവൻ്റ് ആണ്. അവരുടെ വൈഫാണ് സൈറ. പിന്നെ അവർക്ക് 2 മക്കളുണ്ട്, സലീമും കമാലും. അവർ ഇംഗ്ലണ്ടിലൊക്കെ പോയി എഡ്യൂക്കേഷൻ നേടാൻ വേണ്ടിയിട്ട് പോയിട്ടിരിക്കുകയാണ്. പിന്നെ ഇവർക്ക് ഡിസ്റ്റൻറ്റ് റിലേറ്റീവ്സ് ആയിട്ട് ആസാദ് സഹീദ് എന്ന് പറഞ്ഞ 2 പേരുണ്ട്. അവരുടെ 2 പേരുടെയും ക്യാരക്ടർ 2 രീതിയിലാണ്. അവർ 2 പേരും ഫ്രീഡം ഫൈറ്റേഴ്സ് ആയിട്ടൊക്കെ പോകുന്ന ആൾക്കാരാണ്. അവർ കുറച്ച് ലിബറൽ മൈൻഡ് സെറ്റുള്ള ആൾക്കാരാണ്. അപ്പോൾ ഹിന്ദു പിന്നെ മുസ്ലിം റൈറ്റ്സ് ആ സമയത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ അവരുടെ വീട്ടിൽ തന്നെ നന്ദി എന്ന് പറയുന്ന ഒരു വുമൺ, ഒരു ക്ലീനർ, പിന്നെ ഒരു ദളിത് വുമൺ അവരുടെ വീട്ടിലേക്ക് ഇന്ന് വർക്ക് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. അവരൊരു വാഷിംഗ് വാഷർമാൻ്റെ മകളാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിൽ കാണിക്കുന്ന ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഒന്നത് വുമൺ എഡ്യൂക്കേഷൻ്റെ ആവശ്യകതയെക്കുറിച്ച്, അതേപോലെ സ്ത്രീകൾക്ക് അവരുടെ കാര്യങ്ങളിലൊന്നും തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ വീട്ടിലുള്ള പിന്നെ മെയിൽ ഡോമിനേറ്റ് ആയിട്ടുള്ള സൊസൈറ്റി, നമ്മൾ പെട്രിയാർക്കൽ സൊസൈറ്റിയാണ്. അപ്പോൾ ആ ഒരു മെയിൽ ഡോമിനേഷൻ, പുരുഷന്മാരുടെ എല്ലാം തീരുമാനിക്കുന്നത്, സ്ത്രീകൾ അത് അനുസരിക്കുന്നത്, അവർക്ക് വോയിസ് ഇല്ല. അപ്പോൾ ആ ഒരു ട്രഡീഷണൽ രീതി എങ്ങനെയാണോ എന്നുള്ളത് അതിൻ്റെ ഒരു മാറേണ്ട ആവശ്യകതയെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ വേറൊരു കാര്യം ഇതിൽ എടുത്ത് പറയുന്നതാണ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദ പൂവർ. അതായത് ഈ നന്ദി എന്ന് പറയുന്ന കുട്ടിക്ക് പിന്നെ ആ കുട്ടി പിന്നെ സെക്കൻഡ് ആകുമ്പോഴേക്കും അവൾ വേറെ ആളുടെ ഒളിച്ചിട്ട് പോകുന്നുണ്ട്. പക്ഷെ ആ ഇഷ്യൂ ഉണ്ടെങ്കിൽ പോലും അത് അവർക്ക് ഇഷ്ടമുള്ള ആളുടെ കൂടെയാണ് ഒളിച്ചിട്ട് പോകുന്നത്. പക്ഷേ ഇവരുടെ ഫാമിലിയിൽ ഒരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവ് ആയിട്ടുള്ള മുഹസിൻ ഭായ് എന്ന് പറയുന്ന ആൾ ഇവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിനെ പിന്നെ വീട്ടിലാരും അതിനെതിരെ അതൊരു വലിയ പ്രശ്നമായി എടുത്ത് ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ അവിടെ ഡബിൾ സ്റ്റാൻഡേർഡ് കാണിക്കുന്നത്, അതായത് പൂവറായിട്ടുള്ള ആൾക്കാരുടെ മേലെയുള്ള ഒരു എക്സ്പ്ലോയിറ്റേഷൻ. അവർ അങ്ങനെയുള്ള റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ ഡോമിനൻസിയും അവരുടെ ഒരു ഹറാസ്മെൻ്റൊക്കെ സഹിക്കേണ്ട ആൾക്കാരാണ് ഈ പൂറായിട്ടുള്ള ആൾക്കാർ എന്നുള്ള ഒരു കണ്ടന്റും കൂടി ഈ ഒരു ചാപ്റ്ററിൽ വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ജാൻ്റെ കുറച്ച് ഫ്രണ്ട്സ്, രാജ ഹസൻ അഹമ്മദ്, അതേപോലെ ഒരു ഇംഗ്ലീഷ് മാന്, പിന്നെ അങ്ങനെ കുറച്ച് ഫ്രണ്ട്സിനെ കുറിച്ചൊക്കെ പറയുന്നത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. അവരൊക്കെ ഇവരെ കാണാൻ വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പിന്നെ ഇവിടെ വരുന്നത് പിന്നെ ഇടയ്ക്ക് ബാബാജാൻ്റെ ഹെൽത്ത് ജസ്റ്റ് ഒന്ന് ഇമ്പ്രൂവ്മെൻറ്റ് ആയി വരുന്നതുണ്ട്. പിന്നെയും അത് കാര്യങ്ങളൊക്കെ മോശമായിട്ട് വരുമ്പോൾ ഈ പറയുന്ന പോലെ അങ്കിൾ ഹമീദ്, സിവിൽ സർവൻ്റ് ആയിട്ടുള്ള അങ്കിൾ ഹമീദ്, ബാബാജാൻ്റെ മോനെ അവിടുന്ന് തിരിച്ച് വരികയാണ്, നാട്ടിലേക്ക് വരുന്നുണ്ട്. അതുപോലെ ആ സമയത്ത് അവിടെ മുഹറം വരികയാണ്. മുഹറം എന്ന് പറയുന്നത് മുസ്ലിംസിനെ സംബന്ധിച്ച് ഫസ്റ്റ് മന്താണ്. അപ്പോൾ മുഹറത്തിൻ്റെ ആ ഒരു സമയത്തൊന്നും ഇവർക്ക് പുറത്തു പോകാനോ ഫാമിലിക്ക് പുറത്തു പോകാനോ സാധിക്കുന്നില്ല. കാരണം ഹിന്ദു മുസ്ലിം റൈറ്റ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പിന്നെ
അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ പറയുന്നത്. പിന്നെ ഫസ്റ്റ് ചാപ്റ്റർ അവസാനിക്കുന്ന സമയത്ത് ഈ പറയുന്ന പോലെ പിന്നെ സഹ്റയുടെ മാരേജ് നസീറുമായിട്ട് നടത്തുന്നുണ്ട്. അതായത് ആസാദിന് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ പോലും സഹ്റ അതിന് സമ്മതിച്ചില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് ഫിനാൻഷ്യലി കുറച്ച് സഹ്റ വളരെ അധികം ഒരു മാരേജിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ഒത്തിരി റിച്ച് ആയിട്ടുള്ള ഒരാളെ കല്യാണം കഴിക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് അതുപോലെ ഒരു പിന്നെ ഇത് മാരേജ് വന്നു. അതേപോലെ അങ്കിൾ ആബിദയും പിന്നെ വിവാഹം കഴിക്കുകയാണ്. അങ്കിൾ ആബിദ ഒരു ഹക്കീം എന്ന് പറയുന്ന ആളെ വിവാഹം കഴിക്കുകയാണ്. അവരൊരു കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്കിൾ ആബിദ ആൻറ്റി ആബിദ, എൻ്റെ അഭിപ്രായത്തിൽ ആബിദ എന്ന് പറയുന്നത് കുറച്ചൊരു അയാൾ തന്നെയാണ്. പക്ഷെ അവർ പിന്നെ വിവാഹം കഴിക്കുന്നത് പോലെ ഒരു പിന്നെ ഭാര്യ മരിച്ചൊരു വിഡോവറെയാണ് കല്യാണം കഴിക്കുന്നത്. പക്ഷേ അതിനേക്കാൾ ഉപരി അവർ നെഗറ്റീവ് മാൻ ആയിരുന്നു എന്ന രീതിയിലാണ് കേട്ടോ ഇവിടെ പറയുന്നത് ആബിദ വിവാഹം കഴിച്ചത്. അപ്പം ഇത്രയും സംഭവങ്ങളാണ് ഫസ്റ്റ് പാർട്ടിൽ സംഭവിക്കുന്നത്. 2 മാരേജോട് കൂടിയാണ് ആ ഒരു പിന്നെ ലൈല അലിഗഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കാനും പോയി. പിന്നെ സഹ്റയുടെ മാരേജ് കഴിഞ്ഞു, ആബിദയുടെ മാരേജ് കഴിഞ്ഞു. പിന്നെ അതേപോലെ ബാബാജാൻ വളരെയധികം അവർ ഏകദേശം മരിച്ചു എന്ന് തന്നെ പറയാം. ഫസ്റ്റ് ചാപ്റ്റർ ആയതിന് മരിച്ചു. പിന്നെ എന്താണ് സെക്കൻഡ് പാർട്ട് ആകുമ്പോഴേക്കും എന്താണ് സംഭവിച്ചാൽ ആഷിയാനായിട്ട്, അതായത് അവരുടെ ആ ജോയിൻറ്റ് ഫാമിലിയുടെ ആ ഒരു എല്ലാ റെസ്പോൺസിബിലിറ്റിയും പിന്നെ ഈ പറയുന്ന പോലെ അങ്കിൾ ഹമീദ് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അപ്പോൾ അവിടെ ഒരുപാട് മാറ്റങ്ങൾ വരികയാണ്. നന്ദി പെഡ്ലറുടെ കൂടെ ഓടിപ്പോകുന്നു. അതേപോലെ ആസാദ് പിന്നെ അതേപോലെ ഡൽഹിയിലേക്ക് പോവുകയാണ്. പിന്നെ ഹക്കീമാംബുവ എന്ന് പറയുന്നത് നമ്മുടെ ആബിദയുടെ വൈഫാണ്. ആബിദയുടെ ഹസ്ബൻഡാണ്. ഹക്കീമാംബുവയും ആൻഡ് ആബിദയും അവർ പുതിയ വീട്ടിലേക്ക് അവർ മാറുകയാണ്. പിന്നെ അവർക്ക് ഇജാസ് എന്ന് പറയുന്ന ഒരു മോൻ ഉണ്ടാവുന്നുണ്ട് കേട്ടോ പിന്നീട്. പിന്നെ അതേപോലെ വീടൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി അങ്കിൾ ഹമീദ് അദ്ദേഹത്തിൻ്റെ, അതായത് ഇതുവരെ ബാബാജാൻ കൊണ്ടുപോയ അതേപോലെ ആയിരിക്കില്ലല്ലോ മകൻ ഭരിക്കുന്നത്, അത് മറ്റൊരു രീതിയിലായിരിക്കും. അപ്പോൾ പിന്നെ പക്ഷെ അതോടുകൂടി ലൈല കുറേ ഒറ്റപ്പെട്ട രീതിയിലായി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പിന്നെ നമ്മൾ ലൈലയുടെ കുറച്ച് ഫ്രണ്ട്സിനെ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് സെക്കൻഡ് പാർട്ടിൽ. നിത ചാറ്റർജി, നാദിറ, ജോൺ ആൻഡ് റൊമാന ഒക്കെയാണ്. അതിൽ ഓരോരുത്തരുടെയും ക്യാരക്ടർ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. നിത എന്ന് പറയുന്നത് കുറച്ച് സീരിയസ് ഗേളാണ്. നാദിറ കുറച്ച് ഡീപ്ലി റിലീജിയസ് ഗേളാണ് നാദിറ. പിന്നെ ജോൺ എന്ന് പറയുന്നത് പിന്നെ മ്യൂസിക്കിലും ഒക്കെ ഗുഡായിട്ടുള്ള ഒരാളായിരുന്നു. പിന്നെ റൊമാന കുറച്ച് എല്ലാത്തിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. പിന്നെ അങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ. പിന്നെ ബീഗം വഹീദ് എന്ന് പറഞ്ഞാൽ നാദിറയുടെ മദർ. ഇനി ഭാവിയിലൊരു സംഭവമുണ്ട്. ഈ നാദിറയെ പിന്നെ അങ്കിൾ ഹമീദിൻ്റെ 2 ആൺമക്കൾ ഒരാൾ കല്യാണം കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബീഗം വഹീദ് നാദിറയുടെ അമ്മയാണ്. അപ്പോൾ അവർക്ക് അവരുടെ മോന് വേണ്ടിയിട്ട് പിന്നെ ലൈലയെ ഒന്ന് ആലോചിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അതായത് അവരൊക്കെ ഗെറ്റപ്പിലൊക്കെ വളരെയധികം ഒരു അപ്ഗ്രേഡഡ് ആയിട്ടാണ് അവർ നടക്കുന്നതൊക്കെ. പക്ഷെ അവരുടെയൊക്കെ മൈൻഡ് കൺസർവേറ്റീവ് ആൻഡ് ഓർത്തഡോക്സ് രീതിയിലാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ലൈലയുടെ ആ ഒരു വേ ഓഫ് തിങ്കിങ്ങും പെർസ്പെക്റ്റീവ്സ് ഒന്നും പിന്നെ ഈ നാദിറയുടെ മദറായ ബീഗം വഹീദിന് അങ്ങോട്ട് ദഹിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് അവരാ വിവാഹം വേണമെന്ന് വെച്ചു. പക്ഷെ പിന്നെ ഈ പറയുന്ന പോലെ ലൈല ആണെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരാൾ നിർബന്ധത്തിന് വിവാഹം കഴിക്കുന്ന ഒരു വ്യക്തിയല്ല. അവൾ ഓർഫനായിട്ട് ജീവിച്ച ആളാണെങ്കിലും സ്വന്തമായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യുന്ന ഒരാളായിട്ടാണ് ഇതിൽ പറയുന്നത്. അതേപോലെ ഈ അങ്കിൾ ഹമീദിൻ്റെ ആദ്യത്തെ മകനായ സലീം നമ്മൾ പറയുന്നത് പിന്നെ ഈ പറയുന്ന നാദിറയെ വിവാഹം കഴിക്കുന്നുണ്ട്, നമ്മുടെ ലൈലയുടെ ഫ്രണ്ടായ നാദിറയെ. അതേപോലെ രണ്ടാമത്തെ മോനായ കമാലാണെങ്കിൽ സീതയുമായിട്ടാണ് പിന്നെ റിലേഷൻ ഉണ്ടാകുന്നത്. അവിടെ ഒരു ഹിന്ദു മുസ്ലിം കമ്മ്യൂണൽ റൈറ്റ്സ് ഉണ്ടാകുന്ന ടൈമായതുകൊണ്ട് തന്നെ അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല. പിന്നീട് സീത വേറൊരാളെ വിവാഹം കഴിച്ച് പോവുകയാണ് ചെയ്യുന്നത്. ആ ഒരു പ്രണയ വിവാഹത്തിലേക്ക് എത്തുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു ഇത് എഴുതുമ്പോൾ ബിൽഡിംഗ്സ്ട്രോമൻ എന്ന് പറയുന്ന, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഫണ്ണി ബോയ് എന്ന് പറയുന്ന, ന്യൂറ്റാറിൽ ഫണ്ണി ബോയ് എന്ന് പറയുന്ന പിന്നെ സ്റ്റോറിയിൽ
അർജി എന്ന് പറയുന്ന ക്യാരക്ടറിനെ അതിൽ നറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ പറയുന്ന ബിൽഡിങ്സ് റോമൻ എന്ന് പറഞ്ഞ ടെക്നിക്കിലാണ്. അതായത് ഒരു വ്യക്തി അതിൻ്റെ ചെറിയ കാലം തൊട്ട് വലിയൊരു ഒരു 10-18 വയസ്സ് വരെ ജീവിക്കുന്ന ആ ഒരു വളർച്ച, ആ ഒരു ഡെവലപ്മെൻറ്റ്, ഒരു വ്യക്തിത്വം എങ്ങനെയാണ് കംപ്ലീറ്റ് ഫോം ആകുമെന്ന് പറയുന്ന ആ ഒരു ജേണി ഉണ്ട്. ആ ജേണിയാണ് ആക്ച്വലി ബിൽഡിങ്സ് റോമൻ എന്ന് പറയുന്നത്. അതും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ ലൈല എന്ന് പറയുന്ന ആളുടെ ഒരു 15 വയസ്സ് തൊട്ട് 35 വയസ്സുള്ള 20 വർഷത്തെ കാലഘട്ടം, ഒരു 1932 to 1952 ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അവരുടെ ആ ഒരു ലൈഫിൻ്റെ ജേണി എന്ന് പറയുന്നത് വെറും ഒരു ജീവിതത്തിൻ്റെ ജേണി മാത്രമല്ല, അവരുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ ഡെവലപ്മെൻറ്റും അവരുടെ ലൈഫിലുള്ള എക്സ്പീരിയൻസൊക്കെ വരുന്നത് അവരൊരു പ്രണയം, വിവാഹം, പിന്നീട് ഭർത്താവിൻ്റെ മരണം, കുഞ്ഞുണ്ടാവുന്നത്, പിന്നീടുള്ള ജീവിതം ഒക്കെ ഇതിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റേതായിട്ടുള്ള ഒരു മാറ്റവും ഇതിൽ പറയുന്നുണ്ട്. നമ്മളൊരുപാട് റൈറ്റ്സും ഇഷ്യൂസും സ്ട്രഗിൾസിലൂടെയൊക്കെ കടന്നു പോയി പിന്നീട് ഇന്ത്യ സ്വതന്ത്രമാകുന്നു. ഈ ഒരു ഫ്യൂഡൽ ജമീന്ദാർ സിസ്റ്റങ്ങളിൽ നിന്നൊക്കെ മാറി ഒരു ഗവൺമെൻറ് കീഴിലോട്ട് മാറുന്നു. അപ്പോൾ ഇതെല്ലാം ഇതിൽ ഉൾക്കൊള്ളുന്ന 2 എലമെൻസാണ്. അതേപോലെ തന്നെ ലൈലയ്ക്ക് കിട്ടിയ എഡ്യൂക്കേഷനെ കുറിച്ച് നമ്മളതിൽ പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്യണം. കാരണം ലൈല പിന്നീട് ഓർഫനായിട്ടാണ് ജീവിക്കുന്നതെങ്കിലും തൻ്റെ അച്ഛൻ്റെയും അമ്മേൻ്റെയും കൂടെ ജീവിച്ചപ്പോൾ ഒരു വീട്ടിലാണ് താമസിച്ചിരുന്നത്. പിന്നീട് മരിച്ചതിന് ശേഷമാണ് ഇങ്ങോട്ട് മാറുന്നത്. അപ്പോൾ ആ സമയത്ത് ലൈലയ്ക്ക് നല്ല എഡ്യൂക്കേഷനും അവരുടെ അച്ഛനും അമ്മയിൽ നിന്നും നല്ല രീതിയിലുള്ള ഒരു വളർച്ചയാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ലൈലയുടെ, അതായത് ഒരു മനുഷ്യൻ്റെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അവന് മിറാക്കിളല്ല സമ്മാനിക്കുന്നത്. ഒരു പ്രശ്നം വരുമ്പോൾ അത് അവൻ ഹാൻഡിൽ ചെയ്യുന്ന രീതിയും അതേപോലെ ഓരോ കാര്യങ്ങളെ എങ്ങനെയാണ് സമീപിക്കുന്നത് എന്ന രീതിയും ഒരു മൈൻഡിൻ്റെ ഡെവലപ്മെൻറ്റിനെ ഒക്കെ ബേസ് ഇടുന്നത് നമുക്ക് കിട്ടുന്ന എഡ്യൂക്കേഷൻ തന്നെയാണ്. നമ്മുടെ പാരൻസിൽ നിന്നും എഡ്യൂക്കേഷൻ പറയുമ്പോൾ വീട്ടിൽ നിന്നും കിട്ടുന്ന മാത്രമല്ല, നമ്മുടെ പാരൻസിൽ നിന്നാണെങ്കിലും നമ്മുടെ ഫാമിലിയിൽ നിന്നാണെങ്കിലും ഒക്കെ അതിൽ നിന്ന് കിട്ടുന്ന സംഭവമാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മാജിദ അല്ലെങ്കിൽ ഒരു വിഡോ ആണ് മാജിദ. അപ്പോൾ വിഡോൻ്റെ മോളാണ് സഹ്റ വരുന്നത്, മാജിദയുടെ മോള് വരുന്നത്. അപ്പോൾ അവർക്കിട്ടുള്ളത് വളരെ കൺസർവേറ്റീവായിട്ടുള്ള, വളരെ ഓർത്തഡോക്സ് മൈൻഡായിട്ടുള്ള ഒരു 15 വയസ്സ് കഴിഞ്ഞാൽ പിന്നീട് വിവാഹം മാത്രമേ ഉള്ളൂ തൻ്റെ മുന്നിൽ എന്നുള്ള രീതിയിലുള്ള ഒരു കാഴ്ചയും കാര്യവും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരേ വീട്ടിലെ അല്ലെങ്കിൽ ഒരേ കുടുംബത്തിലെ തന്നെ 2 പേരക്കുട്ടികളുടെയും മൈൻഡ് സെറ്റും അവരുടെ ആറ്റിറ്റ്യൂഡിലും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസും ഇതിൽ നമ്മൾ മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. ഇപ്പം നിലവിൽ സഹ്റ നസീറിനെ വിവാഹം കഴിച്ചങ്ങാണ്ട് യൂറോപ്പിലേക്ക് പോയി. അവരിപ്പം ഒരു അരിസ്റ്റോക്രാറ്റിക് ലേഡി എന്ന ലെവലിലാണ് ജീവിക്കുന്നത്. അതായത് ഒരു വെസ്റ്റേൺ കൾച്ചറിലും ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വേൾഡിലൊക്കെയാണ് ഇപ്പോൾ നിലവിൽ സഹ്റ ജീവിക്കുന്നത്. ലൈലയാണെങ്കിൽ അലിഗഡിൽ തൻ്റെ പഠനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ലൈല ഒരുപാട് പൊളിറ്റിക്കലായിട്ടുള്ള സോഷ്യൽ ഇഷ്യൂസിലൊക്കെ ഇൻവോൾവ്ഡ് ആവുകയാണ്. അതേപോലെ ഈ ഒരു ഇൻജസ്റ്റിസും ഒക്കെ കാണുമ്പോൾ അവർക്ക് വല്ലാണ്ടൊരു റെബലിയസ് മൈൻഡ് സെറ്റ് വരണം. ഇതിനെയൊക്കെ എതിർക്കണം, ശരിയായ രീതിയിലുള്ള സമത്വമുള്ള ഒരു രീതിയിലേക്ക് മാറണം. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഈ ഒരു 20 വർഷത്തെ കാലഘട്ടമാണ് ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ തന്നെയാണ് ഈ പറയുന്ന പോലെ ഹിന്ദു മുസ്ലിം കമ്മ്യൂണൽ റൈറ്റ്സ്, അതേപോലെ നമ്മുടെ ഫ്രീഡം ഓഫ് സ്ട്രഗിള്, പിന്നെ നിസ്സഹകരണം, അത് നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ്സ് ഉണ്ടാവുന്നത്, അതേപോലെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്, ഇതെല്ലാം ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള എല്ലാ സമരങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ ഒരു 20 വർഷത്തിനിടയിൽ തന്നെയാണ് ഉണ്ടാകുന്നത്. അതേപോലെ ഇന്ത്യ സ്വതന്ത്രമാകുന്നത് 47-ൽ, അതേപോലെ ആ വർഷം തന്നെയാണ് ഇന്ത്യ പാക് ഡിവിഷൻ ഉണ്ടാകുന്നത്. ആ ഒരു പാർട്ടീഷൻ സംഭവിക്കുന്നു. അപ്പോൾ ഈ ഒരുപാട് നമ്മുടെ ഇന്ത്യ ഒരുപാട് മാറ്റങ്ങൾക്ക് വേദിയാകുന്നൊരു ടൈമാണ്. അതുകൊണ്ട് തന്നെ ലൈലയുടെ ലൈഫിലും ഒരുപാട് മാറ്റങ്ങൾ, അവരുടെ ലൈഫിലുള്ള എല്ലാ എക്സ്പീരിയൻസും വരുന്നത് ഈ ഒരു പീരീഡ് ഓഫ് ടൈമിലാണ്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഒരുമിച്ചാണ് പോകുന്നത്. അതായത് ഇന്ത്യയുടെ ഹിസ്റ്ററിയും ലൈലയുടെ സ്റ്റോറിയും ഒരേപോലെയാണ് ഇവിടെ ഡെവലപ്പ് ചെയ്ത് പോകുന്നത്. അപ്പോൾ സഹ്റ ഇതേപോലെ വിവാഹശേഷം യൂറോപ്പിൽ നിന്ന് വരികയും, അതേപോലെ ആ സമയത്ത് ഇപ്പോൾ ഇവർ കുറച്ച് ഹൈ ലെവൽ സൊസൈറ്റി ആയിട്ട് ജീവിക്കുന്ന മനുഷ്യന്മാരാണ്. അതുകൊണ്ട് തന്നെ അന്ന്
ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്നിരുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. ബ്രിട്ടീഷ് വൈസ്രോയൊക്കെ പങ്കെടുക്കുന്ന റിസപ്ഷനിലും കാര്യങ്ങളിലൊക്കെ ഇവരും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ലൈലയും അതേപോലെ ലൈലയുടെ ഫാമിലി. അപ്പോൾ സഹ്റയും അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ ആൻറ്റി ആയിട്ടുള്ള ആബിദയും ഒക്കെ അതിൽ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ആബിദ ഇടക്ക് പിന്നെ ലൈലയെ ഒത്തിരി അഡ്വൈസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ എത്രയൊക്കെ നമ്മൾ മുന്നോട്ട് പോയാലും നമ്മുടെ ആഗ്രഹങ്ങൾക്കല്ല നമ്മൾ പിന്നെ നമ്മുടെ ഇപ്പം അന്നൊക്കെ പർദ സിസ്റ്റം ഉണ്ടായിരുന്ന സമയമാണ് മുസ്ലിംസിന് പ്രത്യേകിച്ച്. കാരണം വുമൺ അത്രയും സെക്യൂർഡ് ആയിട്ട് ഒരു മുന്നോട്ട് പോയിരുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലുള്ള നമ്മുടെ മുതിർന്നവർ അവരുടെ അഭിപ്രായത്തിനാണ് വില കൊടുക്കേണ്ടത്. പക്ഷേ അപ്പോൾ ലൈല അതിനോടൊക്കെ എതിർപ്പുണ്ട്. പക്ഷേ ലൈലക്ക് അത് കേട്ടോണ്ട് നിൽക്കാനേ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതേപോലെ ലൈല ഒരിക്കലും അത് കേട്ടോണ്ട് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും അവരോട് ഡയറക്റ്റ്ലി ഒപ്പോസ് ചെയ്യുന്നില്ലെങ്കിലും ലൈലയുടെ ലൈഫിലേക്ക് വരുമ്പോൾ ലൈല അതിൻ്റെതായ തീരുമാനങ്ങൾ എടുക്കുന്നു. അപ്പോൾ എഡ്യൂക്കേഷൻ നേടുന്ന കാര്യമാണെങ്കിലും ഇനിയിപ്പോൾ വിവാഹം കഴിക്കുന്നു, അമീർ ഹുസൈനെ വിവാഹം കഴിക്കുമ്പോൾ അതൊരിക്കലും പിന്നെ ഇവിടെ വീട്ടിലുള്ള ആർക്കും അത്ര സ്വീകാര്യമായിട്ടുള്ള ഒരാളൊന്നും ആയിരുന്നില്ല. പക്ഷെ അത് ലൈലയുടെ നിർബന്ധത്തിന് ആണ് അമീറിനെ സെലക്ട് ചെയ്യുന്നത്. പിന്നെ അതേപോലെ ആസാദിന് ലൈലയോടൊരു ചെറിയ പ്രണയം വരുന്നുണ്ട് കേട്ടോ. ആസാദ് ഒരു ഫ്രീഡം അതിലൊക്കെ പങ്കെടുക്കുന്നു. ആസാദും സഹീദും ഇവർ രണ്ടുപേരും എന്താണ് ഡിസ്റ്റന്റ് കസിൻസാണ്. അപ്പോൾ പിന്നെ സഹീർ അതിൽ മരിക്കുന്നുണ്ട്. ആസാദ് പിന്നെ കോൺഗ്രസിൻ്റെ നേതാവായിട്ട് മാറുന്നുണ്ട്. ഇതൊരു അങ്ങനെ കേട്ടുകൊണ്ടിരിക്കാനൊരു കണക്ട് ചെയ്യുന്ന വലിയൊരു സ്റ്റോറി എന്ന് പറയാനൊന്നും പറ്റില്ല. ഇവരുടെ ലൈഫിൽ വരുന്ന ഒരുപാട് ഈവൻറ്റ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ആ സമയത്ത് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന നമ്മുടെ രാജ്യത്ത് സംഭവിച്ചിരുന്ന മാറ്റങ്ങളാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് കൂടുതൽ വരുന്നത്. പിന്നെ ഇതേപോലെ തന്നെ സഹ്റയുടെ ഈ ഒരു സോഷ്യൽ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഒക്കെ അതിനെക്കുറിച്ചൊക്കെ ലൈല ഒരുപാട് ചോദ്യം ചെയ്യുന്നുണ്ട്. നീ നിൻ്റെ ഇൻഡിവിജ്വാലിറ്റി മറന്ന് എന്തിനാണ് ഇങ്ങനെ ഒരു ഈ ഒരു രീതിയിൽ ജീവിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിൽ സഹ്റ മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആസാദിന് നേരത്തെ ഇഷ്ടമുണ്ടായിരുന്നത് നമുക്കറിയാം എന്താണ് സഹ്റനെയാണ് ഇഷ്ടമുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സഹ്റ ഹസ്ബൻഡും വന്നപ്പോൾ ആസാദ് വന്ന് അവരെ വിസിറ്റ് ചെയ്ത് നടക്കെ പോകുന്നുണ്ട്. പിന്നീടാണ് ലൈലി ആസാദ് പലപ്പോഴും സംസാരിക്കുകയും പിന്നെ അപ്പോൾ അവരുടെ ഒരു ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു മുൻനിരയിലേക്ക് ആസാദ് വരുന്നുണ്ടെങ്കിൽ ആസാദ് ഒരിക്കലും ഒരു എക്സ്ട്രീമിസ്റ്റ് അല്ല. അങ്ങനെ ആകുമ്പോൾ പിന്നെ അതുകൊണ്ട് തന്നെ ഫ്രീഡം സ്ട്രഗിളിലൊക്കെ പങ്കെടുക്കുകയും നാഷണൽ കോൺഗ്രസിൻ്റെയൊക്കെ ഭാഗമാകുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ അവർക്ക് കുറച്ചും കൂടി ലിബറലായിട്ടുള്ള കാഴ്ചപ്പാടൊക്കെ ആസാദിന് ഉണ്ടായിട്ടുണ്ടാവുക. അത് ഈ ലൈലയുടെ കാഴ്ചപ്പാടുമായിട്ട് വളരെയധികം ചേർന്ന് പോകുന്ന കാഴ്ചപ്പാടായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ അങ്ങനെ ചിന്തകളിലൊക്കെ ഒരുപാട് അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ലൈലക്ക് പിന്നെ എന്താണ് അലിഗഡിൽ അമീർ ഹുസൈനെ കാണുകയും അങ്ങനെ അവരുമായിട്ടൊരു അഫെയർ ഉണ്ടാവുകയും പിന്നീട് ഈ കുടുംബത്തിൻ്റെ താല്പര്യമില്ലെങ്കിൽ പോലും ലൈല ആ ഒരു ബന്ധത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് നിന്ന് നമ്മളെ ഉറ്റുകൊടുത്ത ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. നമ്മുടെ രാജ്യത്തിലെ ആൾക്കാർ തന്നെ ബ്രിട്ടീഷുകാർക്ക് അവരുടെ നമ്മുടെ രാജ്യത്തെ ഇങ്ങനെ എപ്പോഴും കോളോണൈസേഷൻ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വിഭാഗം, ഒരു അപ്പർ ക്ലാസ്സിൽ നിന്നിരുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അവർക്ക് ഈ ബ്രിട്ടീഷുകാരിൽ നിന്ന് പലതും നേടാനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്നത് പോലെ തന്നെ അവർ ഈ കമ്മ്യൂണൽ ഇഷ്യൂസിനൊക്കെ പിന്നെ ഒരുപാട് എന്താണ് ഒരുപാട് വളട്ട് കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടാവുകയും പിന്നീട് മുസ്ലിംസിന് ഒരു സ്വന്തം രാജ്യം വേണമെന്ന രീതിയിൽ പാകിസ്ഥാനിലേക്ക് അവർക്ക് എല്ലാവരും പോയില്ല, കുറച്ച് താല്പര്യമുള്ള ആൾക്കാർ കുറേ അങ്ങോട്ട് പോയി. അങ്ങനെ പക്ഷെ അങ്ങനെ പോയെങ്കിലും ഇപ്പം ഇവരുടെ ഫാമിലി എടുക്കുകയാണെങ്കിൽ തന്നെ അങ്കിൾ ഹമീദിൻ്റെ ഫാമിലിയിൽ സലീം പോയി. പക്ഷെ സലീമിന് ആവശ്യമുള്ള സ്വത്തും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെയുള്ള ഒരുപാട് സ്വത്തുക്കളൊക്കെ വിൽക്കേണ്ടി വന്നു. പിന്നെ അങ്കിൾ ഹമീദ് മരിക്കുന്നു, കമൽ പിന്നെ ആ ഫാമിലി ഏറ്റെടുക്കുന്നു. അപ്പോൾ പിന്നെ ഫിനാൻഷ്യലി ഒക്കെ ഒരുപാട് സ്ട്രഗിൾസ് പിന്നീട് വരികയാണ്. അതിൽ പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും അവിടുത്തെ ലൈഫ് ഒരിക്കലും അത്ര എളുപ്പമൊന്നുമല്ല. അവിടെ മൈഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവരവിടെ ഒരു ആദ്യമൊക്കെ റൂട്ട് പിടിച്ചിട്ട് വേണം.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രഗിൾസ് നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് എഴുതാൻ ശ്രമിക്കണം. പിന്നെ അങ്ങനെ ഇവരൊരു എന്താണ് റിസപ്ഷനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ റിസപ്ഷന് പോകുമ്പോൾ ലൈല സാരി ഉടുത്തൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ ഒരു പർദ്ദ സിസ്റ്റത്തിൽ നിന്ന് മാറി ലൈല ചുവട് വെക്കുന്നതൊക്കെ നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നീട് തന്നെ പിന്നെ ഒരുപാട് റിലേഷൻഷിപ്സിനെ കുറിച്ച് പറഞ്ഞേ കമൽ സീത റിലേഷൻഷിപ്സ് അത് പിന്നെ നടക്കുന്നില്ല. സീത പിന്നീട് പിന്നെ ഒരു അഗർവാൾ എന്ന് പറയുന്ന ഫാദറിൻ്റെ മോളാണ് സീത. അപ്പോൾ അവർ ഒരു എൻജിനീയറിങ് ഒരു വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. പിന്നീട് അവർ ഒരു ലീഡർഷിപ്പ് റോളിലേക്കും അതേപോലെ ഒരുപാട് നല്ല എംപവർമെൻറ്റ് പ്രോഗ്രാമിലേക്കൊക്കെ വരുന്നുണ്ട് സീത. പക്ഷെ അപ്പോഴും കമലുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് അവരുടെ മനസ്സിൽ നോവായിട്ട് കിടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ആ റിലേഷൻഷിപ്പിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. പിന്നെ ലൈലയാണെന്നുണ്ടെങ്കിൽ അമീർ എന്നെ കല്യാണം കഴിക്കുകയും പിന്നീട് അവർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ അവിടെ നാട് വിട്ട് പോവുകയും പിന്നീട് ഒരു കുഞ്ഞുണ്ടായി. അങ്ങനെ പക്ഷേ ഈ അങ്കിൾ ഹമീദിന് ഭയങ്കര ഇഷ്ടമായിരുന്നു ലൈലനെ. അവരുടെ മരിച്ചുപോയ ബ്രദറിൻ്റെ മോളാണല്ലോ. അപ്പോൾ ആ ഒരു സ്നേഹവും കാര്യവും ഒക്കെ നമുക്കതിൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ എന്താണ് പക്ഷേ 1942 ഈ യുദ്ധത്തിൻ്റെയൊക്കെ ഒരു ടൈമിൽ പിന്നെ ഒരു ജോബ് എന്ന രീതിയിൽ അമീർ മിലിറ്ററിയിലേക്ക് പോവുകയും പിന്നെ ആ ഒരു യുദ്ധത്തടങ്കലിലാവുകയും പിന്നീട് അത് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ മരണപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സമയത്തൊക്കെ ലൈല തനിച്ചാണ്, ഒരു വിഡോ എന്ന രീതിയിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതേപോലെ ഒരു ഷഹില എന്ന് പറഞ്ഞ മോളുണ്ടായി. ആ മോളെ വീട്ടിൽ നിന്ന് സപ്പോർട്ടില്ലാതെ വളർത്താൻ വേണ്ടിയിട്ട് ആ ഒരു സമയത്ത് പ്രത്യേകിച്ച് ഒരു മുസ്ലിം സ്ത്രീ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം എന്താണ് ഈ ഒരു 14 വർഷങ്ങൾക്ക് ശേഷം ഒരു 1952 അവരുടെ ഒരു ആൻസിസ്റ്റർ ഹൗസ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ലൈല വരികയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ലൈല വരുന്ന സമയത്ത് ഓരോ വീടുകളിൽ ഓരോ റൂമുകളിലേക്ക് കയറുമ്പോഴും ഒരു ഫ്ലാഷ് ബാക്ക് എന്ന രീതിയിൽ തൻ്റെ ഒരു മെമ്മറി കളക്ഷൻസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ സമയത്ത് അന്ന് ഇപ്പോൾ ഓരോ കാലഘട്ടത്തിന് ഒരുപാട് കാലത്തിന് നമ്മുടെ നാട്ടിൽ നിന്ന് വിട്ടു പോയിട്ട് പിന്നീട് നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് നമ്മൾ ഓരോ റൂമിലേക്ക് കയറുമ്പോൾ നമുക്ക് ഓരോ റൂമിനെ കുറിച്ചും അല്ലെങ്കിൽ ഓരോ വ്യക്തികളെ കുറിച്ചും ഇപ്പോൾ ഫോട്ടോസ് ഉണ്ടെങ്കിൽ ആ വ്യക്തികളെ കുറിച്ചൊക്കെ നമുക്ക് ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു ലൈല. അതായത് ഒരു കാലഘട്ടത്തിൻ്റെ ഒരു അവശേഷിപ്പായിട്ടാണ് ഇന്നിപ്പോൾ ആ വീട് അവിടെ ഉള്ളത്. അതിന് ചുറ്റുള്ള നൈബേഴ്സിന് ആർക്കും ഇന്ന് ലൈലനെ കണ്ടാൽ അറിയില്ല. അതേപോലെ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. ഇപ്പോൾ അങ്കിൾ ഹമീദാണെങ്കിലും പിന്നെ അവരുടെ വൈഫ് സൈറ ആണെങ്കിലും ഒക്കെ പോയിട്ടുണ്ട്. സൈറയൊക്കെ ഒരുപാട് ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ലൈലനെ ഒരു ഓർത്തഡോക്സ് ലെവലിൽ ജീവിക്കാൻ വേണ്ടിയിട്ടൊക്കെ. പക്ഷെ അതിനൊക്കെ മറികടന്നു പിന്നെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ലൈല അവർക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ പോയതും അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ എഡ്യൂക്കേഷൻ നേടിയതും ഒക്കെ. പിന്നെ അങ്ങനെ ഓരോ റൂമിലേക്ക് കടന്നു പോകുന്നു. അപ്പം അങ്ങനെ അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി ഇത് വരുമ്പോൾ ലൈല ഈ പറയുന്ന പോലെ ഓരോ റൂമുകളിലേക്ക് ഇങ്ങനെ നടന്ന് ഓരോ ഓർമ്മകളിലൂടെ നടന്നു പോകുന്ന സമയത്ത് അപ്പോഴാണ് ഈ സീതയുടെയും കമലുടെയും കാര്യം ലൈല ഓർക്കുന്നുണ്ട്. അവരുടെ റിലേഷൻഷിപ്പിന് എന്താ പറ്റിയെന്ന് നോക്കുന്നുണ്ട്. പിന്നെ നന്ദി എന്ന് പറയുന്ന അവരുടെ വീട്ടിലുണ്ടായിരുന്ന ആ ഒരു വേലക്കാരി കുട്ടിയെ കുറിച്ച് ഓർക്കുന്നുണ്ട്. അപ്പം ഇന്ന് ആ വേലക്കാരി കുട്ടി ലൈലയുടെ കൂടെയാണുള്ളത്. ലൈല ഇങ്ങനെ നോക്കിങ്ങാണ്ട് നന്ദിയുണ്ട്. പിന്നെ ആ ഒരു വീട്ടിലേക്ക് ആസാദ് കടന്നു വരികയാണ്. ആസാദ് കടന്നു വന്നിട്ട് ഈ ലൈല എവിടെയെന്ന് നോക്കുകയാണ്. അപ്പോൾ ലൈലനെ ഓൾറെഡി ആസാദിന് ലൈലനോട് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ ലൈല അന്ന് അമീറിനെ വിവാഹം കഴിച്ച് അങ്ങനെ പോയതുകൊണ്ട് പിന്നെ ആ ഒരു മാരേജ് നടക്കാതെ പോയതാണ്. പിന്നീട് ആസാദ് വിവാഹം കഴിച്ചു, അതൊന്നും നമ്മൾ ഇതിൽ പറയുന്നില്ല. പക്ഷെ പിന്നീട് ആസാദ് ലൈലയെ സ്വീകരിക്കുന്നതായിട്ട് ഒരു ഓപ്പൺ എൻഡഡ് ആയിട്ടാണ് ഇതിൽ സ്റ്റോറി അവസാനിക്കുന്നത്. കാരണം നമുക്ക് അപ്പോഴാണ് നമ്മുടെ ആ ഒരു ടൈറ്റിൽ അവിടെ കറക്റ്റ് ആവുന്നത്. പിന്നെ സൺലൈറ്റ് ഓൺ എ ബ്രോക്കൺ കോളം എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ലൈലയുടെ ലൈഫിലേക്ക് ആ ഒരു ബ്രോക്കണായി കിടക്കുന്ന ആ ഒരു ലൈഫിലേക്ക് സൺലൈറ്റ് ആയിട്ട് കടന്നു വരുന്നത് ആസാദാണ് എന്ന രീതിയിലാണ് സ്റ്റോറി എൻഡ് ആവുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യയുടെ അന്നത്തെ സോഷ്യോ പൊളിറ്റിക്കൽ ടെൻഷൻസും
സിറ്റുവേഷൻസും ആണ് നമ്മൾ പ്രധാനമായിട്ട് പറയേണ്ടത്. പിന്നെ ഹിന്ദു മുസ്ലിം കമ്മ്യൂണൽ റൈറ്റ്സ് നമുക്ക് പറയാം. പിന്നെ നന്ദിയുടെ കാര്യത്തിൽ പറയണമെന്നുണ്ടെങ്കിൽ പിന്നെ അപ്പർ ക്ലാസ് ലോവർ ക്ലാസ്സിനോട് കാണിച്ചിരുന്ന ആ ഒരു ഇൻജസ്റ്റിസിനെ കുറിച്ച് നമുക്കിതിൽ പറയാം. പിന്നെ അതേപോലെ മുസ്ലിം ഫാമിലികളിലും അല്ലെങ്കിൽ അന്നത്തെ പെട്രിയാർക്കൽ സൊസൈറ്റിയിൽ ജെൻഡറുമായി ബന്ധപ്പെട്ട് ഒരു മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റിയിൽ സ്ത്രീകളെ പിന്നെ അവർക്കധികം ഒരു ഫ്രീഡം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അവരുടെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള ഫ്രീഡം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിനെക്കുറിച്ച് സംസാരിക്കാം. ഫ്രീഡം സ്ട്രഗിൾ, ക്വിറ്റ് ഇന്ത്യ, അതേപോലെ നോൺ കോർപ്പറേറ്റ് മൂവ്മെൻറ്റ്സിനെ കുറിച്ച് പറയാം. പിന്നെ ആ സമയത്ത് തന്നെയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ നമ്മൾ ഡയറക്റ്റായിട്ട് പങ്കെടുത്തതിൽ പോലും രണ്ടാം ലോക മഹായുദ്ധം ലോകത്ത് നടക്കുന്നത് ആ ഒരു സമയത്താണ്, 1942 ആ ടൈമിലാണ്. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ്, ഹിന്ദു മുസ്ലിം ഇഷ്യൂസ് ഒക്കെ നടന്നിരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ഒരു നേർചിത്രം നമുക്ക് ഈ ഒരു എന്താ പറയുക സ്റ്റോറിയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കുറച്ചൊക്കെ ഇതിലുള്ള കഥാപാത്രങ്ങളുടെ കഥകളും കാര്യങ്ങളൊക്കെ പറയുന്നു. അതിനേക്കാളും കൂടുതൽ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു യഥാർത്ഥത്തിൽ ഈ ഒരു സ്റ്റോറി എന്താണോ എന്ന് പറയുന്നത്, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടും പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടും ഒക്കെയാണ് ഇതിന് കൂടുതൽ ഊന്നൽ നൽകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക.